ഗൈസ്, നമ്മൾ ആനക്കോട്ടപ്പാറയിലേക്കാണ് പോകാൻ പോണത്. അവിടെ ഒരു മുനിയറയുണ്ട് എന്നാണ് പറയുന്നത്. നമ്മൾ പോയി നോക്കാൻ പോവാണ്. പോവല്ലേ ഗൈസ്? Come on everybody. സൂപ്പർ വ്യൂ ആണ് ഗൈസ്, ആനക്കോട്ടപ്പാറ. കിട്ടില്ല വ്യൂ പറഞ്ഞാൽ കിട്ടില്ല വ്യൂ. ഇതാണ് ആറാല്ലേ? ഇതാണ് ആനക്കോട്ടപ്പാറ. ഇവിടെ മുഴുവൻ ആനക്കോട്ടപ്പാറ എന്താണ്, ഇങ്ങനെ കുറച്ച് കുറച്ച് പാറകളൊക്കെ അടുക്കി വെച്ചിട്ട് നമ്മളെ പറ്റിക്കാണ് ആനക്കോട്ടപ്പാറ കൊണ്ട്. അതെ, സംഭവം മനസ്സിലായി. കുറച്ച് ഗൈസ്, ഇതാണ് ആനക്കോട്ടപ്പാറ എന്നാണ് ഇവിടെ പറയുന്നത്. ദൈവത്തിനറിയാം. നേച്ചർ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഈശ്വര, 7 വൻ മലനിരകൾക്ക് സെൻട്രലിൽ നിൽക്കുന്ന ഫീലിംഗ് ആണ് ആനക്കോട്ടപ്പാറ. ഇതാണ് കോട്ടപ്പാറ. കണ്ട സീനാണ് കേട്ടോ. ഇതിലാണ് പണ്ട് മുനിമാര് തപസ്സിരിക്കുന്നത്, മഴ കൊള്ളാണ്ട് ഇതിലിരുന്നിട്ടാണ് സംഭവം തോന്നുന്നുണ്ട് അല്ലേ? ഹരി, ഉള്ളി പോയിട്ട് വേടാ. ഉള്ളിക്കറി പറ്റില്ല. വീഡിയോ എടുക്കും, ഞാൻ പോയി നോക്കിട്ട്. ഗൈസ്, ആനക്കോട്ടപ്പാറയ്ക്ക് എത്രാമം പോകണം? ഇതാണ് നമ്മുടെ സുഭാഷ് വീണ മറ്റേ ഗുണ കേവ്. എന്ത് ഗുഹയാണ്? ഇതാണ് മുനിയറ. ശിലായുഗ കാലഘട്ടത്തിൽ എനിക്ക് പോയി വയ്ക്കുക. ഈ BC 3000-നും BC 14,000-നും ഇടയിലാണ് നിർമ്മിച്ചത്. എൻ്റെ പൊന്നെ, മുനിയറ ലൈവായിട്ട് കാണിച്ചതാ. ഏതോ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ പോണ പോലെയുണ്ട് ഗൈസ്, ഒരു പിടുത്തുമില്ല. കറുവേപ്പില്ല മണമുണ്ടല്ലേ? തേങ്ങയാണ് പുകയുന്നത്. കറുവേപ്പില്ല അല്ലാന്ന് മണം മാറ്റും. കറുവേപ്പില പറഞ്ഞിട്ട് എന്തൊക്കെ ചെടി വലിച്ചു തിന്നാണ്. ഓ, ഒരു രക്ഷയില്ലാത്ത വ്യൂ. ഇവിടെ ഒരു ശർക്കര മേക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്, മറയൂർ ശർക്കര യൂണിറ്റ്. എന്തായാലും നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോയി നോക്കാം. ഓ, ഡാർക്ക് ശർക്കര ഉണ്ടാക്കുന്ന ചെമ്പാണ് ഈ കാണുന്നത്. ഇറ്റ്സ് എ ബിഗ് വൺ. ഇവിടെ ശർക്കര ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണാം. ടേസ്റ്റ് ചെയ്യാൻ തന്നതാ. കഴിച്ചു നോക്ക്. ശർക്കര അലുവ എങ്ങനെയുണ്ട് വേണ്ട? കൊള്ളാം. കച്ചാളം വാട്ടർഫോൾ. താഴെയൊക്കെ ഉറുമ്പുകളെ പോലെ കാണുന്നുള്ളൂ. വേറെന്തോ ഒരു ഫീല്. എന്ത് തണുപ്പാണ് വെള്ളം. മോനെ